എൻ്റെ പേര് ട്രീസ. ഇതെൻ്റെ ഭർത്താവ് ജോണി. ഞങ്ങൾ ആലുവ നീറിക്കോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളിവിടെ ആദ്യമായി വന്നത് ഞാൻ 2023 ഏപ്രിൽ 21 അതിനുശേഷം അന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ സെപ്റ്റംബർ 3 വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം പിന്നെ ഡിസംബർ 1 വന്ന് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഉണ്ടായ കാരണം, എനിക്ക് ഇടയ്ക്കിടെ ഞാൻ തെന്നി വീഴും, എൻ്റെ എല്ലിന് പൊട്ടലുണ്ടാവും. 3 പ്രാവശ്യം കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, 1 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്ററിൽ 1.5 മാസം പ്ലാസ്റ്ററിലിട്ട് പ്ലാസ്റ്റർ വെട്ടി ഒരാഴ്ച കഴിഞ്ഞ് കൈ ചരടിൽ തൂക്കിയിട്ടിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ പലരും എനിക്ക് കൃപാസനം പത്രം കൊണ്ടു തരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷെ വരാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ എപ്പോഴും വീഴ്ചയും എല്ലിന് പൊട്ടലും ഓപ്പറേഷനൊക്കെ കാരണം എനിക്ക് വരാനായിട്ടുള്ള ധൈര്യമില്ല. കാരണം വെച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്, ബസ്സിലൊന്നും കയറി യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് വീട്ടുജോലികളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഞാൻ വീണ് ഇങ്ങനെ ബെഡ് റെസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡാണ് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാം. പുള്ളി പുറത്ത് പോയി ജോലി ചെയ്യേണ്ടതാണ്. തീരെ വയ്യാതെ ആകുമ്പോൾ ലീവ് എടുത്ത് നിന്ന് പോലും എന്നെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ വരും. ഒരു പ്രാവശ്യം വീണ് നടുവിന് എല്ലിന് പൊട്ടലുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റായിട്ട് 1.5 മാസം കിടക്കണമെന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം അതിന് ഹസ്ബൻഡാണ് ലീവ് എടുത്തിട്ട് എന്നെ ശുശ്രൂഷിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഒത്തിരി തകർന്നൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള തെന്നി വീഴ്ചയിലും എല്ല് പൊട്ടലുമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷെ വരാൻ സാധിക്കുന്നില്ല, ആരും എന്നെ കൊണ്ടുപോകാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. ഭർത്താവും പറയും നിനക്ക് എപ്പോഴും നോക്കിയാലും വീഴ്ചയല്ലേ, ഞാൻ എങ്ങനെയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ നീ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ ഒത്തിരി മാതാവിനോട് ഈ പത്രങ്ങൾ കിട്ടുമ്പോൾ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഒന്ന് ഉടമ്പടി എടുക്കാനായിട്ടൊരു സാഹചര്യം ഒരുക്കി തരണമേ എന്ന്. അങ്ങനെയാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുമ്പം എന്ത് തന്നെയായാലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ആഗ്രഹത്തോടെ വന്ന് സെപ്റ്റംബർ 3 ഞാൻ ഉടമ്പടി എടുത്ത്. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡും ഒരു രോഗിയാണ്. അപ്പം ഞങ്ങളുടെ രോഗാവസ്ഥകളായിരുന്നു ഞാൻ സൗഖ്യം തരണമേ എന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി പ്രാർത്ഥന വെച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിലിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് വീഴ്ച വന്നു കഴിഞ്ഞെങ്കിൽ 1 മാസമൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാതെയാവും. അപ്പോൾ എനിക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനും പോവില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മുടക്കം വരും, കുർബാനയിൽ മുടക്കം വരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ ഈ വീഴ്ച വരുന്നതാണല്ലോ എനിക്കിങ്ങനെ കുർബാനയിൽ മുടക്കം വരും. അപ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ വികാരി അച്ഛൻ്റെ അടുത്ത് വീട്ടിലേക്ക് വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മോചനം എനിക്ക് വേണം. അപ്പോൾ അത് ഞാൻ ഉടമ്പടിയിലത്തെ വെച്ചു. എനിക്ക് ദിവസം ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാനും കുർബാന സ്വീകരിക്കാനുള്ള തടസ്സം മാറിക്കിട്ടുണ്ട് ദൈവമേ. എങ്കിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെയാണല്ലോ പറ്റുന്നത്. അപ്പം കയ്യിന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21 എനിക്ക് കൈ ഒടിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതൊരു സാത്താൻ്റെ പ്രവർത്തനമാണ്, എൻ്റെ കുർബാന മുടക്കാൻ വേണ്ടിയിട്ടുള്ള സാത്താൻ്റെ തട്ടിപ്പാണ്. ഞാൻ ഒരു കാരണവശാലും കുർബാന ഈ ഒടിഞ്ഞ കൈ വെച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഞാൻ അത് വെച്ച് ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയില്ല. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ പറയും മോളെ എങ്ങനെ ഈ കൈ ഒടിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ കുർബാനയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊരു കുഴപ്പമില്ല, കൈയിനല്ലേ കാലിലല്ലല്ലോ ഒടിഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് കുഴപ്പമില്ലല്ലോ, കുർബാന സ്വീകരിക്കേണ്ട നാവിൽ സ്വീകരിക്കുകയും ചെയ്യാമല്ലോ. അതിപ്പോൾ സാത്താൻ എന്നെ അതിൽ നിന്ന് പിന്മാറാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഈ സാധ്യം എനിക്ക് ഇത്രയും നാൾ വരെ ഒരു ദിവസം പോലും പിന്നെ കുർബാന മുടങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കും. എല്ല് പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. കാലിലും ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്തും കയ്യിൻ്റെ ഒടിഞ്ഞ സ്ഥലത്തുമൊക്കെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഉപ്പ് ഭക്ഷണത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഇട്ടിട്ട് ഞങ്ങൾ കഴിക്കുവാറുണ്ട്, പ്രാർത്ഥിച്ചു കഴിക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഇത്രയും ആരോഗ്യം തന്നു. എനിക്ക് ഞാൻ ആലുവയിൽ നിന്ന് ഇവിടം വരെ ബസ് കയറി വരാനൊക്കെ ആയിട്ടുള്ളൊരു തൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്, എനിക്കൊന്നും വരില്ല, ഇനി ഞാൻ വീഴില്ല, എന്നെ മാതാവ് കൈപിടിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നടക്കുന്നത്.
അപ്പോൾ എല്ലാവരും കാണുമ്പോഴൊക്കെ പറയും റീസൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ കാര്യം ചെയ്യാനായിട്ടും ദിവസം എവിടെ പോകണമെങ്കിലും എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ്, എൻ്റെ ഭർത്താവിന് ഒരു രോഗിയായിരുന്നു. ഒരു 11 വർഷമായിട്ട് പുള്ളിക്ക് 11 വർഷം മുന്നേ ഒരു ബ്രെയിനിലൊരു ട്യൂമറായിട്ട് വന്നു. അപ്പോൾ അന്ന് ഒരു ദിവസം രാവിലെ പള്ളിയിലേക്ക് 11 വർഷം മുന്നേ ദിവസം പള്ളിയിൽ പോയപ്പോൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് ആൾക്കാരുടെ അവിടേക്ക് നടന്ന് ചെല്ലാൻ ബുദ്ധിമുട്ട് വന്നു. കാലിങ്ങനെ വലിച്ചാണ് പുള്ളി നടന്ന് ചെന്ന് കുർബാന സ്വീകരിച്ചത്. ഇതൊന്നും ഞാൻ അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുപോലെ 2 വീലറിൽ വീട്ടിലേക്ക് വന്നു കുർബാന കഴിഞ്ഞ്. അതിനുശേഷം വീട്ടിൽ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് കാലിന് എന്തോ തരിപ്പ് വരുന്നു, കയ്യിനും കാലിനും. അപ്പോൾ പുള്ളി അതൊന്നും കൂട്ടാക്കാതെ അന്ന് 2 വീലറിലുകൊണ്ട് ജോലിക്ക് പോയി. അവിടെ ഓഫീസിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം മറ്റുള്ള സ്റ്റാഫൊക്കെ പറയാൻ തുടങ്ങാണ്, അയ്യോ എന്താ ചേട്ടൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കോടി പോകുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചെയറിലിരിക്കുകയായിരുന്നു, വേഗം എഴുന്നേറ്റൊക്കെ നടക്കാൻ പറ്റുന്നില്ല. അവരപ്പം തന്നെ പൊക്കിയെടുത്ത് മുകളിൽ കൊണ്ടുപോയി കിടത്തി. അത് തന്നെ അപ്പം തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഫിസിഷ്യനെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അപ്പം തന്നെ ഒരു സഡനായിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതുകൊണ്ട് ആ തളർച്ചയിൽ നിന്ന് ഒരു റിക്കവർ ആകാൻ പറ്റി. അത് കഴിഞ്ഞ് ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇതിലൊരു എന്തോ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് ബ്രെയിനിൽ, MRI ചെയ്യണം. അപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്ക്, ലൂർദ് ഹോസ്പിറ്റലിലേക്ക് ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അവിടേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ MRI സ്കാൻ ചെയ്യിച്ചു. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ചെറിയൊരു ട്യൂമറാണ് ബ്രെയിനിൽ കാണുന്നത്, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു സൈഡുള്ള കംപ്ലീറ്റ് വീക്കായി പോവാണ്, പിന്നെ സംസാരത്തിൻ്റെ ചുണ്ടൊക്കെ കൂടിയിരിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 6 മാസം നമുക്ക് മരുന്ന് കഴിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാർഗത്തിന് ശേഷം. അപ്പോൾ അന്ന് ഈ അസുഖം വരുമ്പോൾ പുള്ളിക്ക് 60 വയസ്സുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമില്ല ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് തളർന്ന് കിടപ്പായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് വീണ്ടും MRI സ്കാൻ ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു നമുക്കിനി ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യണ്ട, നമുക്ക് മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അതും ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും, ഓപ്പറേഷൻ ആവുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇത്രയും നാൾ വരെ ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഉടമ്പടിയിൽ വെച്ചു ഞങ്ങൾ 2 പേരുടെയും ആരോഗ്യം അസുഖങ്ങളെ സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദിവസവും പുള്ളിക്ക് വിശുദ്ധ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പും തേനും എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ മാസം 6-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങൾ വീണ്ടും MRI സ്കാനിന് വീണ്ടും ഞങ്ങൾക്ക് 2 വർഷം കൂടുമ്പോൾ MRI ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, മരുന്ന് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കിപ്പോൾ മിനിഞ്ഞാന്ന് വീണ്ടും MRI സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറയാണ് കംപ്ലീറ്റ് അസുഖം മാറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇതിന് ഓപ്പറേഷൻ വേണ്ട, മരുന്നും വേണ്ട, പെട്ടെന്ന് സഡനായിട്ട് ഫുൾ ഡോസ് മരുന്ന് നിർത്തണ്ട, ഒരു 4 മാസം കൂടി ചെറിയൊരു ഡോസ് മരുന്ന് കഴിച്ചിട്ട് കംപ്ലീറ്റ് നിർത്താം, ഇപ്പോൾ അസുഖം എല്ലാം മാറിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ ആ സ്ഥാനത്താണ് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാതാവും ഈശോയും ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തത് പിന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. പ്രാർത്ഥിക്കുന്ന രോഗികളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോകുമ്പം വിശുദ്ധ തൈലും വിശുദ്ധ വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ അടുത്ത് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സൗഖ്യപ്പെടുന്നതായിട്ട് ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ 2 പേരും കൂടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് പാവപ്പെട്ട രോഗികൾക്ക് അത് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പത്രം, പിന്നെ നേർച്ച വസ്തുക്കൾ, കാശുരൂപം, തിരി, പിന്നെ ഉപ്പ്, തേനും എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് അതെല്ലാം കൊടുക്കും.
അപ്പോൾ ചിലരൊക്കെ രോഗികൾ പറയും ശ്വാസം മുട്ടായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന രോഗികളുടെ മുന്നിലെത്തുമ്പോൾ അവർ പറയും മോളെ ഒന്ന് എന്നെ നെഞ്ചിലൊന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വേഗം തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അവർക്കത് ഒത്തിരി സന്തോഷവും സമാധാനമുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. ചിലർ ചോദിച്ച് കാശ് രൂപ തരാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ രണ്ടും ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് ഈ പത്രത്തിൻ്റെ കൂടെ അതെല്ലാം വിതരണം ചെയ്യും. അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കും. നിങ്ങൾ ഈ പ്രത്യേക ഈ പ്രാർത്ഥന 2 നേരം ചെല്ലണം, ഈ തിരി കത്തിച്ച് ചെല്ലണം, അപ്പോൾ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ ഇടവകയിൽ ഒക്ടോബറിലൊക്കെ കൊന്തയുടെ മാസം വരുമ്പം അവിടെ 5:40 വെളുപ്പിന് 5:45 ജപമാല മാസത്തിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലാനായിട്ട് എന്നെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതിന് പ്രത്യേക ഒരു അനുഗ്രഹമാണ് അവിടെ പോകാൻ. പക്ഷേ 5:45 എഴുന്നേറ്റ് പള്ളിയിലെത്താന്നുള്ള അസാധ്യ കാര്യമാണ്. ഇത്രയും വയ്യാത്ത ഞങ്ങളൊക്കെ എഴുന്നേറ്റ് പോയി ചെല്ലുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കത് ഇപ്പോൾ മാതാവ് പ്രത്യേകം അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്ന സന്ദർഭമായിട്ട് ഞങ്ങൾ കരുതണു. എല്ലാ ദിവസവും ഞങ്ങൾ പോകും, ജപമാലയ്ക്ക് ലീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തിരുനാളിൻ്റെ ദിവസങ്ങളിലൊക്കെ ആരാധന നടത്തുമ്പോൾ അതിന് ലീഡ് ചെയ്യാനായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം എന്നെ മാതാവ് ഒത്തിരി അനുഗ്രഹിക്കാറുണ്ട്. അതിനൊക്കെ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി പേരോട് ക്ഷമിക്കാനുള്ള അവസ്ഥകളുണ്ടായിരുന്നു. മനസ്സിലൊക്കെ ഒത്തിരി വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാം, ബൈബിൾ അരമണിക്കൂർ വായിക്കാം. ഞങ്ങൾ നേരത്തെയൊക്കെ ഒരധ്യായം ദിവസവും വായിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയോടൊപ്പം. ഇപ്പോൾ ഞങ്ങൾ കർശനമായിട്ടും 2 പേരും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ വചനം ഒത്തിരി ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയെടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു.